നമ്മളിവിടെ പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കത് ഇത് പൊരിക്കാൻ ഇട്ടിട്ടുണ്ട്. നല്ല അടിപൊളി കളറുണ്ട് ഇതിൽ കാണാൻ, പക്ഷേ എനിക്ക് ഇത്ര കളറില്ല. അപ്പോൾ ഇതിൽ പൊരിയാവുന്നതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ പൊട്ടിത്തെറിക്കുന്നതുകൊണ്ട് എൻ്റെ അടുത്തേക്ക് ഞാൻ അധികം പോകുന്നില്ല. നമുക്ക് ലൈറ്റ് ഇടാം, കറണ്ടില്ല, ബട്ട് ഇൻവേർട്ടറാണ്. പക്ഷേ നമുക്ക് പിന്നെ ഉണ്ടാവില്ല, ഇൻവേർട്ടർ ചാർജ് തീർന്നാൽ പോയി. പക്ഷെ ഇപ്പോൾ കറണ്ട് വന്നു, ഇപ്പോൾ കറണ്ട് വന്നിട്ടുണ്ട്. ഇത് എൻ്റെ വീട് ഞാൻ കാണിച്ചില്ല. ഞാൻ ഇതുവരെയായിട്ട് എൻ്റെ വീട് കാണിച്ചിട്ടില്ലല്ലോ, കാണിച്ചില്ല. ഇതാണ് എൻ്റെ ഇതിൻ്റെ സ്റ്റെപ്പുകൾ കയറി എൻ്റെ വീട്. മുമ്പ് 2 ഇരുത്തികളുണ്ട്, അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും പണിയുണ്ട് കേട്ടോ. ഇനി ഇങ്ങനെ വാതിലടച്ചു കഴിഞ്ഞാൽ ഇത് ഡോർ. പിന്നെ ട്യൂബുണ്ട്, പക്ഷെ ട്യൂബ് ഇറക്കി പോയി. അപ്പോൾ മറ്റേ തൂങ്ങി കളിക്കുന്ന ട്യൂബ് ഇട്ടു. ട്യൂബിൻ്റെ ചെറിയ ട്യൂബാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇവിടെ ആകെ വൃത്തിയാക്കി എടുക്കുകയാണ്. ടി വിയാണിത്. ടി വി അടിച്ചു പോയി ഗേസ്, എന്നോട് ഇടിമിന്നലിന്. അത് ഞാനൊരു ഡോക്ടറെ അടുത്ത് പോയപ്പോൾ പെട്ടെന്ന് വരുമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ നടന്നില്ല. റേഷൻ പെട്ടിയിലൊക്കെ പോകാനുണ്ടായിരുന്നു. അങ്ങനെ വൈകി വരുമ്പോഴത്തേക്ക് അടിച്ചു പോയി ഗൈസ്. എനിക്ക് നല്ല വിഷമമുണ്ട്, ഞാൻ കാരണം അടിച്ചു പോയതിൽ. പിന്നെ ഇവിടെ ഒരു കൃഷ്ണനുണ്ട്. പിന്നെ ഇവിടെ ആകെ കിടക്കും വയറുകൾ. ഇതിൻ്റെ വയറ്, ആടെ വയറ്, പിന്നെ കുത്തിയിട്ടതിൻ്റെ വയറ്, അങ്ങനെ ഓരോ വയറുകളായിട്ട് കിടക്കുന്നുണ്ട്. ആകെ വൃത്തിയായി കിടക്കുകയാണ്. പിന്നെ ഇത് സോഫയാണ്. സോഫ പൂച്ച കയറുന്നതുകൊണ്ട് 2 ഒരുമിപ്പിച്ചൊരു കട്ടിലുമായി ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇടാകുമ്പോൾ കിടക്കാൻ നല്ല സുഖമാണ്. ഇതിൻ്റെ ഉള്ളിൽ റെഡിക്കൊരു വിരിയുണ്ട്. ബട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ വിരിച്ചത്, ഞാൻ സ്കൂളിൽ പോകുമ്പോൾ അമ്മ ഉണ്ടാവില്ല, അമ്മമ്മയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ പൂച്ച അഥവാ മേലെ നിന്നും വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഇതെടുത്തിട്ടുണ്ട്. പിന്നെ മറ്റേ 2 ഇങ്ങനെ സൈഡിൽ ഇതായിരുന്നല്ലോ, അങ്ങനെ ആയിരുന്നു ഉള്ളത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അത് ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചു. അതാകുമ്പോൾ വെറുതെ നമുക്കിങ്ങനെ ജനവാതിലൊക്കെ തുറന്ന് കഴിയുമ്പോൾ അങ്ങനെ കുത്തിരിന്ന് ചായ കുടിക്കാൻ എഴുതിയിട്ട് ഞാൻ ഡിസൈൻ ചെയ്തതാണ് ഗൈസ്. അപ്പോൾ വലിയ ഹാളാണ്, നല്ല വലിപ്പമുണ്ട്. ഇത് ഒരു 10-12 ആൾക്കാർക്ക് ഡാൻസ് കളിക്കാനും കിടക്കാനുമുള്ള സ്ഥലങ്ങളുണ്ട്. നല്ല ഭയങ്കര വലിയ ഹാളാണ്. ഓടിക്കളിക്കാനൊക്കെ ഭയങ്കര സ്പേസ്ഫുള്ളായിട്ടുള്ള സ്ഥലമാണ്. ബട്ട് കറണ്ട് പോയിട്ടുണ്ട്. എന്നാൽ ലൈറ്റ് അധികം ഇട്ട് അമ്മനെ കൊല്ലും എന്ന് പറഞ്ഞാൽ ഇൻവേർട്ടറിൽ ചാർജ് തീർന്നാൽ പിന്നെ പണി. പിന്നെ ഇവിടെ നമ്മുടെ കട്ടിലുണ്ട്. കട്ടിലിന് യോജിക്കുന്ന പറയുക, ബെഡിൻ്റെ ഇത് വേറെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു തന്നെയാണ് ഇവിടെ ഇട്ടിട്ടാണ്. ബട്ട് അതിൽ ഉറുമ്പ് വന്നപ്പോൾ അത് മാറ്റി. അപ്പോൾ ഇത് മാറ്റിയില്ല. പിന്നെ ഇത് മാറ്റിയിട്ട് ഇത് തന്നെ എടുത്ത് ഇടണം. കട്ടിൽ. പിന്നെ എൻ്റെ മേശയാണ്. മേശേൻ്റെ അടിയിൽ എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസും. എങ്ങനെയാണിത് സെറ്റ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ കയറി വരുമ്പോൾ കാണിച്ചുതരാം. കയറി വരുമ്പോൾ ഈ ഒരു സൈഡിൽ അലമാരി. ഇത് പഴയ അലമാരിയാണ്, പുതിയ അലമാരി അകത്താണുള്ളത്. അകത്തുനിന്ന് ഇനി ഈ അകത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഇതെടുത്ത് മേലോട്ട് ഷിഫ്റ്റ് ആക്കണം. മേലെ പണി കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് സ്റ്റെപ്പിൻ്റെ പണി കഴിക്കാത്തത്. മേലെ പണിയെടുക്കും. എന്തായാലും കോണി വെച്ച് കയറുന്നു. ചിലപ്പോൾ ചിലർ എന്താ പറയുക, പണിക്കാരിയിലൂടെയും കയറിയാൽ ഇവർക്ക് അതാകുമ്പോൾ പിന്നെ ഇത് സുഖമായി മേലെ പണിയെടുക്കാൻ. ബട്ട് ഇതിവിടെ ടൈൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചളിയൊക്കെ ആകെ റിസ്ക് ആവും. അതുകൊണ്ട് പിന്നെ ഇവിടെ അലമാരി. പിന്നെ അവിടെ ഒരു എക്സ്ട്രാ ഒരു കട്ടിൽ വെച്ചിട്ടുണ്ട്, പഴയ ഒരു കട്ടിലാണ്. ഇതിന് മേലെ കയറ്റാനുണ്ട്. അതൊക്കെ ഇനി മേലെ കയറ്റണം. ഇതും മേലെ കയറ്റി കൊണ്ടുപോകണം. പിന്നെ ആ ഭാഗത്ത് ജനവാതിൽ, ഇവിടെ ഈ ഒരു ഭാഗത്ത് കട്ടിൽ. ഇത് അതിൻ്റെ കസേരയാണ്, പക്ഷേ ഇതിൽ ഇരുന്നാൽ എനിക്ക് എത്തത്തില്ല. പിന്നെ ഞാൻ തൽക്കാണി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഡൈനിങ് ടേബിളിലെ കസേര എടുത്തുകൊണ്ട് വന്നു. ഇവിടെ ആയിട്ട് എൻ്റെ മേശ സെറ്റ് ചെയ്തു. മേശ ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ക്യൂട്ടായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ കഴിഞ്ഞ് ഇങ്ങനെ വന്ന് നേരെ നടന്നാൽ ബാത്റൂമാണ്. ഇവിടെയാണ് നമ്മുടെ വാഷ് ബേസ്. എന്നതൊക്കെ പൊട്ടിയിട്ടുണ്ട്. അത് ഇരുമ്പ് പിടിക്കാം. അത് പിടിച്ചിട്ട് ഇവിടെ ഗ്ലാസ് വെക്കണം. ഇനി ഇങ്ങനെ മെഷീനിൽ ഇത് കണ്ടോ തുറന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നോക്കി ഇവിടെ ഇങ്ങനെ കാണും. ഇപ്പോൾ പേടിയിട്ടിട്ട് കറച്ചിട്ടു.
ബട്ട് അവിടെ ഇനി ഗ്ലാസ് വെക്കണം. അങ്ങനെ കുറച്ച് പണികൾ ഇനിയുണ്ട്. പിന്നെ ബാത്റൂം ജസ്റ്റ് കാണാൻ മാത്രമൊന്നുമില്ല, ഒരു കുളിക്കാനും ബാത്റൂം. ഇനി ഈ ഒരു ഭാഗത്ത് ചെറുതായിട്ട് സൈഡിൽ ഇൻവേർട്ടർ വെച്ചിട്ടുണ്ട്. ഇത് എന്താണെന്ന് നോക്കും. ഇത് എന്തായാലും ഇവിടെ പോളിഷ് ചെയ്യാനുണ്ട് ടൈമിൽ. അത് പോളിഷ് ചെയ്തിട്ടില്ല, പക്ഷെ പോളിഷ് ചെയ്തതിൻ്റെ ഒരു കളറുണ്ട്. അതമ്മ ഇങ്ങനെ എപ്പോഴും തുടച്ചായതുകൊണ്ട് എന്നും തുടയ്ക്കുന്നതുകൊണ്ട് തന്നെ കളർ വന്നതാണ്. അമ്മ തുടച്ച് പോളിഷ് ചെയ്ത് ഗൈസ്. പക്ഷേ ഇത് പോളിഷ് ചെയ്യുമ്പോൾ പോവും. അത് ഈ ഇൻവേർട്ടറിൽ വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ വെള്ളം മറിഞ്ഞ് കറ വന്നതാണത്. അത് അപ്പം തന്നെ തുടച്ചെങ്കിലും മാറിയില്ല. നേരെ നോക്കുമ്പോൾ നമ്മൾക്ക് കിട്ടിയ ട്രോഫിയും പിന്നെ ഇത് ഗണപതിയുണ്ട്. പിന്നെ ഇവിടെ മുത്തപ്പനുണ്ട്. എനിക്ക് കിട്ടിയതുണ്ട്, കുറച്ച് പഴയതായാലും പുതിയതായാലും. പിന്നെ ട്രോഫിയുണ്ട്, 2 മെഡൽ ട്രോഫി എന്നായിപ്പോയി. ഇതെൻ്റെതാണ് കേട്ടോ, ഗോൾഡൻ. ഇതെൻ്റെ പിങ്ക് കളറിൽ. ഇത് 2 ആട്ടനാണ്. ഇത് ഗോൾഡനാണ്, ബട്ട് കളർ പോയിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് ചെറിയതായിരുന്നു, നീല കളർ. അതും ഇതൊരു സിൽവർ കളറാണ്. പിന്നെ ഇതെൻ്റെ അംഗൻവാടി ഫോട്ടോ ആണ്, വെച്ചാൽ അംഗൻവാടി പഠിക്കുമ്പോൾ ഫോട്ടോ ആണ്. ഇത് ഞാൻ, ഇതെൻ്റെ ഫ്രണ്ട്, ഇവളിപ്പോഴും എൻ്റെ കൂടെയാണ് കേട്ടോ. ഇതെൻ്റെ ടീച്ചർ, അംഗൻവാടി. പിന്നെ എൻ്റെ LKG UKGയിലെ ഫോട്ടോ ഉണ്ട്. പിന്നെ ഇത് അമ്മമ്മേൻ്റെ റൂമാണ്. അമ്മമ്മേൻ്റെ റൂമിൽ ഇവിടെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അതിനുള്ള മേലെ നിറയെ ഡ്രസ്സാണ്, ഇതെല്ലാം വൃത്തിയാക്കണം. പിന്നെ ഈ അലമാരി, ഇതാണ് പുതിയ അലമാരി. ഈ അലമാരിനെ ആദ്യമൊക്കെ മാറ്റണം. പിന്നെ ഇവിടെ